ഇത് 3 സിമ്പിളാണ് വെച്ചത്. അയ്യപ്പൻ വന്ന അറവാതുക്കൽ അയ്യപ്പൻ്റെ അരക്കച്ച അഴിച്ചു വെച്ചു വെച്ചാൽ ഈ അയ്യപ്പൻ്റെ വാളും അയ്യപ്പൻ്റെ അരക്കച്ചയൊക്കെ ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന്യത്തിന് വേണം, ആൾബലം വേണം, ആയുധബലം വേണം. അതിനു വേണ്ടിയാണ് അയ്യപ്പൻ വന്നത്. സ്വാമി ശരണമയ്യപ്പ. ഭഗവാൻ അയ്യപ്പൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരു തറവാടിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ചീരപ്പഞ്ചിറ കളരിക്ക് മുന്നിൽ. ഇവിടുത്തെ വിശേഷങ്ങളും മുക്കാൽവട്ടം ക്ഷേത്രത്തിലെ ചരിത്രവും ഒക്കെയായി നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് കണ്ടുപോകാം. സ്വാമി ശരണമയ്യപ്പ. എൻ്റെ പേര് അനീഷ്. നമ്മൾ കാണുന്ന ചീരപ്പഞ്ചിറ മുക്കാലോട്ട് അയ്യപ്പ ക്ഷേത്രം. ഞാൻ ഇപ്പോൾ ചീരപ്പഞ്ചിറയിലെ 10ാമത്തെ തലമുറയാണ്. അയ്യപ്പൻ്റെ ഗുരുനാഥൻ കഴിഞ്ഞിട്ടുള്ള 10ാമത്തെ തലമുറയാണ് ഞാൻ. ഇപ്പോഴത്തെ കാരണവരാണ് ഞാൻ. നമ്മളുടെ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ മുക്കാലോട്ട് അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് വെച്ചാൽ മകരവിളക്ക് ഒരു ദിവസം ഒഴിച്ച് അയ്യപ്പൻ്റെ മുക്കാൽ ഭാഗം ചൈതന്യവും ഈ ചീരപ്പഞ്ചിറ ക്ഷേത്രത്തിലുണ്ടാകുന്ന ഗുരു അയ്യപ്പന് കൊടുത്ത ഒരു വാക്കിൻ്റെ പുറത്താണ്. ഇത് മകരവിളക്കിന് നമ്മളിവിടെ നട തുറന്ന് പൂജയോ വീട്ടിൽ പൂജയോ ഒന്നും ഉണ്ടാകത്തില്ല. അന്നത്തെ ദിവസം ഇവിടെ മൊത്തം നട അടച്ച് കൂടെയോടെ നമ്മൾ വിഗ്രഹം മൂടും. അത് കഴിഞ്ഞ് ഇവിടുന്ന് ശബരിമലയ്ക്ക് പോകും. അത് കഴിഞ്ഞ് അയ്യപ്പനെ തിരിച്ചുകൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ടേ പിന്നെ രണ്ടാമത് ഇവിടെ നമ്മൾ ദീപം തെളിയിക്കത്തുള്ളൂ. അയ്യപ്പൻ ചീരപ്പഞ്ചിറയിൽ വരാനുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പൻ കളരിപ്പയറ്റ് പഠിക്കാൻ വേണ്ടി. അയ്യപ്പന് കളരിപ്പയറ്റ് അറിയാം. ചീരപ്പഞ്ചിറക്കാർക്ക് മാത്രമായിട്ടൊരു അംഗം ഉണ്ടായിരുന്നു, പൂഴിയംഗം. വടക്കോട്ടുള്ളവർ പറയുന്ന പോലെ പൊടിപടലങ്ങളുടെ മറയിൽ നിന്ന് ഇത് ചെയ്യുന്ന പൂഴിയംഗമല്ല ചീരപ്പഞ്ചിറയുടെ പൂഴിയംഗം. ചീരപ്പഞ്ചിറയുടെ പൂഴിയംഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ വീരാസന, ഒറ്റക്കാല പട്ടബന്ധമുള്ള പ്രതിഷ്ഠയാണ്. ശബരിമലയിൽ ഇരിക്കാൻ നമ്മൾ ചിന്മുദ്ര 2 കാലിൽ പട്ടബന്ധമായിട്ടിരിക്കുന്നത്. ഇത് ഒറ്റച്ചൽ ഒരു 1952 ഒരു തീപിടുത്തവും ശബരിമല ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ഇപ്പോൾ ഒരു വിഗ്രഹം മാറ്റിയായിരുന്നു. ആ വിഗ്രഹവും ഈ വിഗ്രഹം ഒരേ ദൈവത്തിലുള്ള വിഗ്രഹങ്ങളാണ്. അതിലൊരു വിഗ്രഹമാണിത്. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് 2 വിഗ്രഹങ്ങളിൽ ഒന്ന് ശബരിമല, അത് കൈ പൊട്ടിയെന്ന് മാറ്റി അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിലൊരു വിഗ്രഹമാണിത്. ഇതും വീരാസനത്തിലിരിക്കുന്ന വിഗ്രഹമാണ്. വെച്ചാൽ കളരിയുടെ ഒരു മുറയാണ് വീരാസനം. ഈ വീരാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് എയറിലേക്ക് 7 അടിക്ക് മേളിൽ പൊങ്ങിച്ച കടയോഗം പഠിച്ചവർക്ക് മാത്രം അറിയാവുന്ന ഒരു വിദ്യയാണിത്. എയറിലേക്ക് നമുക്ക് എത്ര നേരം വേണം എയറിൽ നിൽക്കാം. എയറിൽ നിൽക്കുക നടക്കുക എന്ത് വേണം ചെയ്യാം. അങ്ങനെയൊന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വിദ്യ. അതാണ് ചീരപ്പഞ്ചിറയുടെ പൂഴിയംഗം. അങ്ങനെയൊന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇരിക്കുന്ന വാള, അയ്യപ്പന് ഉപയോഗിച്ച വാളെന്ന് വെച്ചാൽ അത് 3 സൈഡ് മുറിച്ചുള്ള വാളാണ്. ആ ഒരു അംഗം പഠിക്കാൻ വേണ്ടിയാണ് അയ്യപ്പൻ ചീരപ്പഞ്ചിറയിൽ വരുന്നത്. നമ്മളിവിടെ ക്ഷേത്രം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ യുദ്ധം കഴിഞ്ഞ് എല്ലാ വർഷവും ഗുരു ശബരിമലയ്ക്ക് പോവുകയും അയ്യപ്പനെ കാണുകയും വരികയും ചെയ്തു. പ്രായാധിക്യം കൊണ്ട് ഒരു വർഷം ഗുരുവിന് പോകാൻ പറ്റാത്തപ്പോൾ ഗുരു ഇങ്ങനെ പോയി വന്നിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, അങ്ങനെ കാണാൻ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഗുരു തിരിച്ചു പോകുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഗുരുവിന് സ്വപ്നദർശനം ഉണ്ടായെന്നാണ് പറയണം. അങ്ങ് എന്നെ വന്ന് കാണണ്ട, ഞാൻ അങ്ങയെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ്. പിന്നെ വേമ്പനാട്ട് കായലിൽ കൂടെ ഒരു തടി ഒഴുകി വരുമെന്നും ആ തടി പിടിച്ചു കയറ്റി അമ്പലം പണിതാൽ മതി എന്ന് പറഞ്ഞു. ഗുരു വെളുപ്പിന് 5 മണിക്ക് സ്വപ്നദർശനം കണ്ട് എഴുന്നേറ്റ് വന്നപ്പം ഇപ്പോൾ അമ്പലം നിൽക്കുന്ന സ്ഥലത്ത് കാലുകൊണ്ട് അമ്പലത്തിൻ്റെ സ്കെച്ച് വരച്ചിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വിഗ്രഹം ഇരിപ്പുണ്ടായിരുന്നു. കായലിൽ ചെന്ന് നോക്കിയപ്പം ഈ തടി ഇങ്ങോട്ട് കയറി വരും. ആൾക്കാരെ കൊണ്ട് ചെല്ലാൻ നേരത്ത് തടി പുറകോട്ട് ഇറങ്ങിപ്പോകും. ഗുരു ചെന്ന് ആ തടിയെ പിടിച്ച് പറഞ്ഞാൽ തടി അവിടെ തന്നെ നിന്ന് ആൾക്കാരെ കൊണ്ട് വലിച്ചു കയറ്റി ആ തടി കൊണ്ട് പണിതാണ് നമ്മുടെ ഈ അമ്പലം. അന്ന് ഗുരുവിന് കൊടുത്തൊരു വാക്കാന്നാണ് പറയുന്നത് വെച്ചാൽ മകരവിളക്ക് ഒരു ദിവസം ഒഴിച്ച് എൻ്റെ മുക്കാൽ ഭാഗം ചൈതന്യവും ഇവിടെ ഉണ്ടാകുമെന്ന്. കാരണം നമ്മളുടെ അമ്പലത്തിൻ്റെ പേര് മുക്കാൽ വട്ടം അയ്യപ്പ ക്ഷേത്രം എന്നാണ്. മകരവിളക്കിന് നമ്മുടെ അമ്പലം തുറക്കത്തുമില്ല, ദീപം തെളിയിക്കത്തുമില്ല. അതാണ് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഉണ്ടായതിൻ്റെ ഒരു ചരിത്രം. മാളികപ്പുറത്തമ്മ ജനിച്ച വീടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അവിടെയാണ് മാളികപ്പുറത്തമ്മ ജനിച്ചത്. അയ്യപ്പൻ താമസിച്ചിരുന്നത് കളരിപ്പയറ്റ് പഠിക്കാൻ വന്നപ്പം അയ്യപ്പൻ താമസിച്ചിരുന്ന വീട്, പിന്നെ മാളികപ്പുറത്തമ്മ ജനിച്ച വീട്, അതാണ് ആ വീടിൻ്റെ പ്രത്യേകത. പിന്നെ അതുകൂടാതെ തന്നെ ആ വീട് 3 നില, ഭൂമിക്ക് അടിയിൽ ഒരു നില കൂടെ ഉണ്ടായിരുന്നു മൊത്തത്തോടുകൂടി. നടുക്കൊരു റൂം, മേളിൽ ഒരു റൂം. അതാണ് 3 നിലയായിട്ടുള്ള റൂമാണ്, വീടാണത്. ഇപ്പം മുക്കാലട്ടം അയ്യപ്പ ക്ഷേത്രം എന്ന് പറയാമെന്ന് വെച്ചാൽ ഈ അയ്യപ്പൻ്റെ വാളും അയ്യപ്പൻ്റെ അരക്കച്ചയൊക്കെ ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പൻ ഇവിടെ കളരിപ്പയറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് അയ്യപ്പൻ തിരിച്ച് പന്തളത്തേക്ക് പോയി ചെന്നപ്പോഴാണ് ഉദയൻ വന്ന് പന്തളം ആക്രമിച്ച് അവിടുത്തെ സ്വത്തുക്കളും അവരുടെ സ്വർണ്ണങ്ങളും ധാരങ്ങളൊക്കെ കൂടെ കൊണ്ടുപോയെന്ന് പറയുന്നത്. തിരിച്ച് ഉദയനായിട്ടുള്ള യുദ്ധം ചെയ്യാൻ വേണ്ടി ഗുരുവിൻ്റെ അടുത്ത് അനുവാദം വാങ്ങിക്കാനും
അന്ന് ചീരപ്പഞ്ചിറക്ക് സ്വന്തമായിട്ട് സൈന്യം ഉണ്ടായിരുന്നവരാണ് വെച്ചാൽ ചീരപ്പഞ്ചിറക്ക് 101 കളരി ഉണ്ടായിരുന്നു. ഒരു കളരിക്ക് 101 പേര് വെച്ച് 101 കളരി ഒരു രാജ്യത്തിന്റെ സൈന്യത്തെക്കാട്ടും കൂടുതൽ ചീരപ്പഞ്ചിറക്ക് സ്വന്തമായി സൈന്യം ഉണ്ടായിരുന്നവരാണ്. അന്നേരം ഗുരുക്കൾക്ക് വന്ന് ഇതിനായിട്ടുള്ള യുദ്ധം ചെയ്യാനുള്ള സൈന്യത്തിന് പിന്നെ അനുവാദം വാങ്ങിക്കണം. സൈന്യത്തിനെ വേണം, ആൾബലം വേണം, ആയുധബലം വേണം. അതിനു വേണ്ടിയാണ് അയ്യപ്പൻ വന്നത്. അയ്യപ്പൻ വന്നപ്പം ഗുരുവും ഇവിടെ നിന്നുള്ള പരിവാരങ്ങളും കൂടെ നമ്മൾ വടക്കുന്ന് കരപ്പുറം രാജാവ് കൊണ്ടുവന്നതാണ് ചീരപ്പഞ്ചിറ ഗുരുക്കൾ. അത് 3 ഗുരുക്കന്മാരാണ്, ചീരൻ, അപ്പൻ, രപ്പൻ. അതാണ് ഈ ചീരപ്പഞ്ചിറ എന്ന് പറയുന്നത്. ഈ 3 കുറിച്ചും നമ്മൾ ഈ വടക്കുന്ന് വന്നവരായതുകൊണ്ട് വർഷത്തിൽ ഒരിക്കൽ ഈ കുടുംബക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഇവിടെ എല്ലാവരും പോയ സമയത്താണ് അയ്യപ്പൻ വന്നത്. അയ്യപ്പൻ വന്ന അറവാതുക്കൽ അയ്യപ്പൻ്റെ അരക്കച്ച അഴിച്ചു വെച്ചു വെച്ചാൽ പണ്ടത്തെ കാലത്ത് നമ്മൾ ഇന്നത്തെ എഴുതി നോക്കിയല്ല, അരക്കച്ച അഴിച്ചു വെച്ചാൽ ഗുരുവിന് വന്നിക്കുന്നു. അയ്യപ്പൻ്റെ ആയുധം വെച്ച് വെച്ചാൽ ആയുധ സഹായം വേണം. അയ്യപ്പൻ്റെ കയ്യുറ വെച്ച് വെച്ചാൽ നമ്മളുടെ അയ്യപ്പന് ആൾ സഹായം വേണം, ആയുധ സഹായം വേണം, ആൾ സഹായം വേണം. ഗുരുവിന് വന്നിരിക്കുന്നു. ഇത് 3 സിമ്പിളാണ് വെച്ചത്. ഗുരു തിരിച്ചു വന്നപ്പോൾ ഇത് കണ്ടു. ഇത് കണ്ടപ്പം ഗുരു ഇവിടുത്തെ സൈന്യത്തിനെയും കൂട്ടി എരുമേലി വെച്ച് ഉദയനുമായിട്ട് ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടിയിൽ അതിൻ്റെ ഇതിലാണ് നമ്മൾ ഈ മലയപ്പുറത്ത് അവിടെ വെച്ച് മരിച്ചുപോയി. ഈ അരവണ ഉണ്ടാക്കുന്നത് ചീരപ്പഞ്ചിറ സൈന്യമാണ്. ചീരപ്പഞ്ചിറ സൈന്യം പിന്നെ യുദ്ധം ജയിച്ചതിൻ്റെ പ്രതിനിധിയായിട്ട് ഉണ്ടാക്കി വെച്ചാൽ അയ്യപ്പൻ ഇവിടെ കളരിപ്പയറ്റ് പഠിക്കാൻ നേരത്ത് അയ്യപ്പൻ ഇവിടെ നിന്ന് മധുരം വിളമ്പിയ കൂട്ടത്തിലുള്ള മധുരമാണ് അരവണ. അത് അയ്യപ്പന് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ആ അരവണയാണ് പിന്നെ ഈ ഉദയനാട്ടിൽ യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ട് അവിടെ വെച്ചുണ്ടാക്കുന്നത്, വിതരണം ചെയ്യുന്നത്. നമുക്കിപ്പം ഇവിടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ശബരിമല കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അയ്യപ്പ പ്രതിഷ്ഠ എന്ന് പറയും. എല്ലാവർക്കും ശാസ്ത്ര പ്രതിഷ്ഠ, നമുക്ക് അയ്യപ്പൻ തന്നെയാണ് പ്രതിഷ്ഠ. അത് അയ്യപ്പൻ നമ്മുടെ കളരിയുടെ ഒരു മുറയായിട്ടുള്ള വീരാസനത്തിലിരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് നമ്മുടേത്. പിന്നെ മാളികപ്പുറത്തമ്മയുടെ ഇപ്പോൾ കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ മാളികപ്പുറത്തമ്മയുടെ പ്രതിഷ്ഠ. പിന്നെ ശിവനുണ്ട്, അന്നപൂർണേശ്വരിയുണ്ട്. പിന്നെ നമുക്ക് ഈ കളരി നമ്മുടെ സാധാരണ പൂജാരീതികളല്ല, നമ്മൾ കളരിയുടെ പൂജാരീതികളാണ്. 1400 വർഷം പഴക്കമുള്ള പൂജാരീതികളാണ് നമ്മളിവിടെ ചെയ്തു പോരുന്നത്. പിന്നെ നമുക്ക് കളരിയുടെ ഒരു 18 മൂർത്തികളുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ യുദ്ധത്തിന് ഇറങ്ങാൻ നേരത്ത് പണ്ട് കളരിക്കും എൻ്റെ കൂട്ടത്തിന് ഒരുപാട് മൂർത്തികളുണ്ട്. നമ്മൾ ആരും കേൾക്കാത്ത ഒരുപാട് മൂർത്തികളുണ്ട്. ആ മൂർത്തികളൊക്കെയാണ് നമുക്കിവിടെ കൂടുതലുള്ളത്. നമുക്കിവിടെ മാടൻ മൃഗ, ആനമൃഗ, അങ്ങനെ പഴയ ആചാരാനുഷ്ഠാനങ്ങളുള്ള എല്ലാ മൂർത്തികളെ അങ്ങനെ പോകുന്നൊരു ക്ഷേത്രമാണിത്. നമ്മൾ കളരി ആചാര പ്രകാരമുള്ള പൂജാവിധികൾ നടത്തിപ്പോരുന്ന ക്ഷേത്രമാണിത്. നമ്മൾ കിണറെന്ന് വെച്ചാൽ നമ്മുടെ കിണർ മണിക്കിണറെന്ന് പറയും. പണ്ട് ഇവിടെ കളരി ഉണ്ടായിരുന്നപ്പോൾ തൊട്ടുള്ള കിണറാണ്. അയ്യപ്പൻ കളരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടുള്ള ആ കിണറാണത്. പിന്നെ അപ്പുറത്തെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ പ്രാർത്ഥിച്ചിരുന്നത് കളരി ദേവത, കളരിഭദ്രയാണ് അങ്ങ് അറ്റത്ത് ഇരിക്കുന്നത്. അവിടെയാണ് ബാക്കിയുള്ള മലദൈവങ്ങളും ബാക്കിയുള്ള മൂർത്തികളെല്ലാം അങ്ങ് അറ്റത്താണ് ഇരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോഴേ അവരെ തൊഴുതിട്ടാണ് ബാക്കി അയ്യപ്പനിലോട്ട് പോരുന്നത് തന്നെ. കളരി ദേവതയെ തൊഴുതിട്ടാണ് അയ്യപ്പനിലേക്ക് പോരുന്നത് തന്നെ. ശബരിമലയ്ക്ക് പോകാൻ സാധിക്കാത്ത 10 വയസ്സിന് മുകളിലേക്കും 50 വയസ്സിന് ഇടയ്ക്കുമുള്ള സ്ത്രീജനങ്ങൾ, ഭക്തജനങ്ങൾ ഒരുപാട് പേരാണ് കെട്ടുമുറുക്കി ഈ ക്ഷേത്ര സന്നിധിയിലെത്തുന്നത്.